പ്രതിദിന ചിന്തകളുടെ 70-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ തത്വചിന്തകരിൽ ഒരാളായിരുന്നു ശ്രീ ശങ്കരാചാര്യർ എന്ന ആദിശങ്കരൻ. സന്യാസിയും ദാർശനികനുമായിരുന്ന ആദിശങ്കരൻ അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകി. പിതാവിൻ്റെ മരണശേഷം സന്യാസിയായ അദ്ദേഹം പല വിശ്വാസമുള്ള തത്വചിന്തകരുമായി ചർച്ചയിലേർപ്പെടുകയും ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തു. 60ഓളം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവായ ശങ്കരാചാര്യർ രചിച്ചവയൊക്കെയും വേദസാഹിത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായ ശ്രീ ശങ്കരൻ തകർച്ചയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും ഒരു ദിശാബോധം നൽകിയ വ്യക്തിയാണ്. എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്ത് കാലടി എന്ന ഗ്രാമത്തിൽ ബ്രാഹ്മണ ദമ്പതികളായ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ക്രിസ്തുവിന് പിൻപ് 788 ശങ്കരൻ ജനിച്ചു. 3-ാം വയസ്സിൽ തന്നെ എഴുതാനും വായിക്കാനും ശങ്കരൻ പ്രാപ്തനായിരുന്നു. ഗുരുകുലത്തിൽ സഹപാഠികളെയും ഗുരുക്കന്മാരെയും അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിവൈഭവമാണ് ശ്രീ ശങ്കരൻ പ്രകടിപ്പിച്ചത്. 8 വയസ്സിനുള്ളിൽ തന്നെ 4 വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഹൃദിസ്ഥമാക്കി ശങ്കരൻ തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ധിഷണാശേഷി പ്രകടിപ്പിച്ച ശങ്കരന് 5-ാം വയസ്സിൽ പിതാവിനെ നഷ്ടമായി. വേദശാസ്ത്രാദികളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ ശേഷം അമ്മയുടെ അനുഗ്രഹത്തോടെ സന്യാസം സ്വീകരിച്ചു. സ്വന്തം മതത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളുടെ ആഴം ഇതിനകം സാനുഭവത്തിൽ നിന്നു തന്നെ ഉൾക്കൊണ്ടിരുന്ന ശങ്കരൻ ശിഷ്ടജീവിതം മതനവീകരണത്തിനായി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഇതിന് വേദാന്ത ചിന്തയോളം ഉപയുക്തമായ മറ്റൊരു ഉപാധിയുമുണ്ടായിരുന്നില്ല. ദ്വൈതവാദത്തെ തോൽപ്പിച്ച് അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കാനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ദ്വൈതവാദത്തിൻ്റെ പ്രമുഖ വക്താക്കളായിരുന്നവരെ വാദത്തിൽ തോൽപ്പിച്ച് തൻ്റെ അനുയായികളാക്കി മാറ്റി ശങ്കരാചാര്യർ അദ്വൈതവാദത്തെ പുനഃസ്ഥാപിച്ചു. അദ്വൈതവാദത്തെ പുഷ്ടിപ്പെടുത്താനായി ശങ്കരാചാര്യർ നടത്തിയ യാത്രകളും വാദങ്ങളും ദിഗ്വിജയം എന്നറിയപ്പെടുന്നു. തൻ്റെ സന്ദേശങ്ങൾ ഭാരതത്തിൻ്റെ നാനാ ദിക്കുകളിലും പ്രചരിപ്പിക്കുന്നതിനായി ആദിശങ്കരൻ 4 മഠങ്ങൾ സ്ഥാപിച്ചു. വടക്ക് ബദരീനാഥിൽ സ്ഥാപിച്ച ജ്യോതിർമഠം, പടിഞ്ഞാറ് ദ്വാരകയിൽ സ്ഥാപിച്ച ദ്വാരകാപീഠം, കിഴക്ക് പുരിയിൽ സ്ഥാപിച്ച ഗോവർദ്ധന മഠം, തെക്ക് ശൃംഗേരിയിൽ സ്ഥാപിച്ച ശാരദാപീഠം എന്നിവയാണിവ. അദ്വൈത ചിന്തയുടെ പ്രചാരണമാണ് മഠങ്ങളുടെ ലക്ഷ്യം. ഗുരുകുല സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടങ്ങളിലെ സന്യാസിവര്യന്മാർ നിഷ്കാമ കർമ്മികളാവണം. കേരളീയ നവോത്ഥാനത്തിൻ്റെ പ്രഭവകേന്ദ്രം ആദിശങ്കരനാണ്. മതം നിഷ്കർഷിക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആണ്ടുമുങ്ങി അസമത്വങ്ങളിലും അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പെട്ട് ദുഷിച്ചുപോയ ഒരു കാലഘട്ടത്തെ അനന്യമായ തൻ്റെ വിചാര പദ്ധതിയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു യുഗപുരുഷനാണ് ശങ്കരാചാര്യർ. വേദാന്ത ചിന്തയായിരുന്നു ശങ്കരൻ്റെ ആയുധം. അദ്വൈത വേദാന്തത്തിന് ഭാരതീയ ദർശനങ്ങളുടെ ഇടയിൽ സംപൂജ്യമായ സ്ഥാനം നേടിക്കൊടുത്തത് ശങ്കരാചാര്യരാണ്. ബ്രഹ്മമാണ് സത്യം, ജഗത് മിഥ്യയാണ്, ജീവൻ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല എന്ന് വാദിക്കുന്ന ദർശനമാണ് അദ്വൈതം. ഇതനുസരിച്ച് സത്യം ഏകമോ അനേകമോ അല്ല, മറിച്ച് അഗോചരവും അലക്ഷണവും അനിർവചനീയവുമാണ്. അദ്വൈത ദർശനത്തിൻ്റെ അക്ഷയഖനിയായ ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ആചാര്യൻ ഭാഷ്യം രചിച്ചത് യാദൃശ്ചികമല്ല. ഗീതോപദേശത്തിൽ യാതൊരു പൊരുത്തക്കേടും ഇല്ലെന്നും ഗീത ഉദ്ഘോഷിക്കുന്നത് അദ്വൈതമാണെന്നും ആദ്യമായി സമർത്ഥിച്ചത് ശങ്കരാചാര്യരാണ്. സാഹിത്യം, തത്വചിന്ത, മതം എന്നീ മേഖലകളിൽ നിസ്തുല സംഭാവനകളാണ് ശങ്കരാചാര്യർ നൽകിയത്. ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ എന്നിവയ്ക്ക് വ്യാഖ്യാനം രചിച്ചു. വിവേക ചൂടാമണി, ഉപദേശ സാഹസ്രി, ആത്മബോധം, മോഹമുദ്ഗരം തുടങ്ങിയ തത്വചിന്താപരമായ കാവ്യങ്ങളും ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി തുടങ്ങി നിരവധി സ്തോത്രകൃതികളും രചിച്ചു.
ഇത് സംസ്കൃത സാഹിത്യത്തെ പരിപോഷിപ്പിച്ചു. ഹിന്ദുമതത്തിന് ദാർശനികമായ അടിത്തറ പാകിയത് ശങ്കരാചാര്യരാണ്. മതചിന്തയ്ക്കും തത്വശാസ്ത്രത്തിനും അദ്ദേഹം നൽകിയ അനുപമമായ സംഭാവനയാണ് അദ്വൈത ദർശനം. അതാവട്ടെ ലോക ദാർശനികർക്കിടയിൽ ശങ്കരാചാര്യർക്ക് അത്യുന്നതമായ സ്ഥാനം നേടിക്കൊടുത്തു. രാജ്യത്തിൻ്റെ 4 ദിക്കുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചതിലൂടെ ദേശീയോദ്ഗ്രഥനത്തിന് നിത്യസ്മാരകമുയർത്തി. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും ഭാരതത്തെ ഒന്നായി കാണാനുള്ള കൃത്യമായ സന്ദേശമായിരുന്നു അത്. അദ്വൈത ദർശനം അന്നു നിലനിന്ന വിവിധ കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിച്ചു. മധ്യകാല ഭാരതത്തിലെ മതചരിത്രത്തിൽ സമന്വയ ശ്രമങ്ങൾക്ക് അടിത്തറ പാകിയത് ശ്രീ ശങ്കരനാണ് എന്ന് പ്രൊഫസർ ഹുമയൂൺ കബീർ അഭിപ്രായപ്പെടുന്നു. ഹിന്ദുമതത്തിൻ്റെ പ്രധാന എതിരാളികളായി ശങ്കരൻ നോക്കിക്കണ്ടത് ബുദ്ധമതത്തെയാണെങ്കിലും പല കാര്യങ്ങളിലും അദ്ദേഹം ബുദ്ധമതത്തോട് കടപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുമതത്തിന് സംഘടനാപരമായ ചട്ടക്കൂട് നൽകിയതും തൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായി സന്യാസി സംഘത്തെ രൂപപ്പെടുത്തിയതും ബുദ്ധമത രീതിപ്രകാരമാണ്. വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് രാജ്യമാകെ നടത്തിയ പര്യടനം ആദ്യകാല ബുദ്ധഭിക്ഷുക്കളെ ഓർമ്മിപ്പിക്കുന്നു. ശങ്കരാചാര്യർ തൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ കാതൽ കണ്ടെടുത്തത് ഉപനിഷത്തുക്കളിൽ നിന്നാണെങ്കിലും അതിന് സവിശേഷമായ ഊന്നൽ നൽകുന്നതിൽ വിജയിച്ചു. ബ്രഹ്മനും ജീവാത്മാവും തമ്മിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നുവെന്ന് തറപ്പിച്ചു പറഞ്ഞു. മീമാംസകരുടെ അർത്ഥശൂന്യമായ ആചാരങ്ങളെയും ബൗദ്ധരുടെ ആത്മജ്ഞാന നിഷേധത്തെയും ശ്രീശങ്കരൻ ഒരുപോലെ ചോദ്യം ചെയ്തു. ഉപനിഷത്ത് ദർശനത്തെയും ഹിന്ദുമതത്തെയും അനുരഞ്ജിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വിവിധ ആരാധനാമൂർത്തികളെ ഒരേ ദൃഷ്ടിയിൽ കാണാൻ പ്രേരിപ്പിച്ചു. ഏകം സത് വിപ്രോ ബഹുധാ വദന്തി എന്ന വേദസത്യത്തെ സമൂഹമധ്യത്തിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിൽ ശങ്കരൻ വിജയിച്ചു. ഏകത്വവും നാനാത്വവും പരസ്പരം ബന്ധപ്പെട്ടതായതിനാൽ ഒന്ന് സത്യവും മറ്റേത് മിഥ്യയെന്നും പറയാൻ വയ്യ. രണ്ടും ഒരുപോലെ മിഥ്യയെന്നേ പറയാനാവൂ. പരബ്രഹ്മം അവയ്ക്കുപരിയായി വർത്തിക്കുന്നു, അതേസമയം അവയുടെ അധിഷ്ഠാനവുമാണ്. ഇതിനാലാണ് ശങ്കരാചാര്യർ തൻ്റെ സിദ്ധാന്തത്തെ ഐക്യം എന്ന് വിളിക്കാതെ അദ്വൈതം എന്ന് വിളിച്ചത്. എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത അക്ഷയഖനിയായി ശ്രീശങ്കര സാഹിത്യം ദാർശനിക ലോകത്ത് തലയുയർത്തി നിൽക്കുന്നു. ലോകത്തെ വിസ്മയിപ്പിച്ച മഹാപണ്ഡിതനായ ശ്രീ ശങ്കരാചാര്യർ 32ാമത്തെ വയസ്സിൽ സമാധിയായി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള സമാധി സ്ഥലത്ത് മനോഹരമായ ഒരു ശങ്കരപ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.